വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെത്യു എന്ന ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ റോയിയുടെ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് താമസമായാലോ എന്ന് ഷെങ്മു സിഹാനോട് ചോദിച്ചത്. സിഹാൻ ശരിക്കും ഞെട്ടിയെങ്കിലും റോയിയെ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിനക്ക് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവന്റെ കാര്യം കൂടി നോക്കാവുന്നല്ലേ ഉള്ളൂ എന്നവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പോരെ, അവിടെ വന്ന് താമസിക്കേണ്ട കാര്യമില്ലല്ലോ എന്നവൾ ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സിന് അവൻ നമുക്കൊരു ഭാരമാണെന്ന് തോന്നിയാലോ. അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ശരിക്കും ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നവൻ പറയുന്നു. ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് സിഹാൻ പറഞ്ഞെങ്കിലും റോയി ഉറക്കത്തിൽ അമ്മയെ വിളിക്കുന്നത് കേട്ടപ്പോൾ കൂടെ ചെന്ന് താമസിക്കാൻ തയ്യാറാണെന്ന് അവൾ സമ്മതിക്കുന്നു. അവൾ താമസത്തിനായി വരാമെന്ന് പറഞ്ഞ ദിവസം രണ്ടുപേരും കൂടി ജനലിൽ കൂടി അവളെയും പ്രതീക്ഷിച്ച് പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്. അവൾ വരുന്നത് കണ്ടപ്പോഴേ രണ്ടുപേരും വാതിലിടത്തേക്ക് ഓടുന്നു. സിഹാനെ അകത്ത് കയറ്റി റൂമൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം അവൻ ഷോപ്പിലേക്ക് പോകാനിരിക്കുമ്പോൾ റോയി അവൻ്റെ തോളിൽ നിന്ന് അവരെ രണ്ടുപേരെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് താമസിക്കാൻ പോകുന്നതിന് സന്തോഷം അറിയിക്കുന്നുണ്ട്. അവൻ്റെ വീടിൻ്റെ ഡെക്കറേഷൻ സിഹാന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവളും റോയി കൂടി അവിടെ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ജോളിയായി സമയം ചെലവഴിക്കുന്നു. ഷെങ്മുവിന്റെ ഷോപ്പ് നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ പുതുതായി ഒരു ഡെസേർട്ട് ഷോപ്പ് വരാൻ പോവുകയാണ്. അവർ നമുക്കൊരു വെല്ലുവിളി ആയിരിക്കുമെന്ന് അവൻ്റെ ഒരു സ്റ്റാഫ് അവനെ അറിയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മറ്റുള്ളവരെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ബിസിനസ്സിന് ഒരു തകർച്ചയും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൻ സമാധാനിപ്പിക്കുന്നു. ജിയാങ്മു ഷെങ്യുവിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കയ്യിലെടുത്ത് വേറെ ആരെങ്കിലും അവൾക്ക് പൂക്കൾ കൊണ്ടുവരികയാണെങ്കിൽ അത് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ അവളെ കാണുന്ന എത്തിയപ്പോൾ മറ്റാരോ കൊടുത്തയച്ച പൂക്കൾ ആ സ്റ്റാഫ് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് കാണുന്നു. അവൻ അതിൽ നിന്ന് നല്ലൊരു ബൊക്കെ എടുത്ത് അവൻ നൽകുന്നതാണ് എന്ന രീതിയിൽ ഷെങ്യുവിന് നൽകുന്നു. പക്ഷെ അത് ഒറിജിനലായി കൊടുത്തയച്ചാൽ അതിലൊരു കാർഡ് വെച്ചിരുന്ന് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ തന്നെ അവളത് കാണുന്നതിനാൽ അപ്പോൾ തന്നെ അവൻ്റെ കള്ളം പൊളിയുന്നു. ഒന്ന് ചമ്മിയെങ്കിലും വരവിന്റെ ഉദ്ദേശം അവൻ അവളോട് പറയുന്നു. അവളെയും കൂട്ടി ഒരു ഡേറ്റിന് പോകാനാണ് അവൻ വന്നിരിക്കുന്നത്. അവൾ സമ്മതം പറഞ്ഞില്ലെങ്കിലും ഇപ്പോഴുള്ള ബിസിനസ്സൊക്കെ സക്സസ് ആയി നിൽക്കുന്നതിന് ചിലവ് നടത്താനാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ ഡിന്നറിന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ സിഹാൻ ഷെങ്മുവിന്റെ വീട്ടിലേക്ക് താമസമായ വിവരം അവനവളെ അറിയിക്കുന്നു. കുട്ടിയുടെ കാര്യം നോക്കാനാണ് എന്ന് പറഞ്ഞാണ് ഷെങ്മു അവളെ അവിടെ താമസിക്കാൻ അനുവദിച്ചെങ്കിലും അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ശരിക്കും ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. ഇനിയെങ്കിലും നിനക്ക് നിന്റെ സ്വന്തം വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അവൻ്റെ അസുഖവും ഇപ്പോൾ കുറവുണ്ട് എന്നാണ് തോന്നുന്നതെന്നൊക്കെ അവൻ അവളോട് പറയുന്നു. അവൻ പലതവണ അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ ആ ടോപ്പിക്ക് തുടരാൻ താല്പര്യമില്ലാത്തതുപോലെയാണ് റിയാക്ട് ചെയ്തത്. നമ്മൾ തമ്മിൽ ചേരില്ല എന്നും അവൾ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിന്ന് എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഷെങ്മു അന്ന് പുതുതായി ഒരു ഡെസേർട്ട് ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുക്കുന്നു. അവൻ്റെ സ്റ്റാഫ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായി അടുത്തേക്ക് ചെന്നെങ്കിലും അതൊന്നും തൊടാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല എല്ലാ ദിവസവും ഏറ്റവും അവസാനം പോയിക്കൊണ്ടിരുന്ന അവൻ അന്ന് ആദ്യമേ തന്നെ പോകുന്നുണ്ട്. ബോസിന്റെ സ്വഭാവത്തിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ച് നാലുപേരും കൂടി പറ്റാവുന്ന വിധത്തിലൊക്കെ ഗോസിപ്പ് പറയുന്നു. ഷെങ്മു വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ മാറ്റം കണ്ട് ഇതെൻ്റെ വീട് തന്നെയാണോ എന്നൊന്നും സംശയിക്കുന്നുണ്ട്. അങ്കിളത്തെ ഈ മുരട്ട് സ്വഭാവം കൊണ്ട് നിന്നാൽ പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ് റോയി അവനെ കളിയാക്കുന്നു. അവൻ പുതുതായി ഉണ്ടാക്കിയ ഡെസേർട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നു. വീട്ടിലില്ലാത്ത സമയത്ത് റോയിയെ നിരീക്ഷിക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ക്യാമറ റോയിയുടെ അച്ഛൻ ഷെങ്മുവിന് എത്തിച്ചു നൽകിയിരുന്നു. അവനത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും മറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിഹാൻ ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. അവളെ വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മയ്ക്കാണ് അവൻ ഈ ഡെസേർട്ട് ഉണ്ടാക്കിയത്. അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഫുഡ് ബ്ലോഗർ ആയതുകൊണ്ട് അതിൻ്റെ ആശയം ഏകദേശം അവൾക്ക് മനസ്സിലാകുന്നു. അവളത് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ അവൻ പറയുന്നു. മീറ്റിംഗ് എന്ന പേര് അവൾ സജസ്റ്റ് ചെയ്ത് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ ആ പേര് ഡെസേർട്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതുന്ന ബുക്കിൽ കുറിക്കുന്നുണ്ട്. ജിയാങ്മുവും ഷെങ്യുവും കൂടി ഈ സമയം കുടിച്ച് റിലേ പോയതുപോലെ റോഡിലോട്ട് നടക്കുകയാണ്. ഷെങ്യുവിന് ജിയാങ്മുവിനെ ഇഷ്ടമാണെങ്കിലും അവൻ പ്രായത്തിൽ അവളേക്കാൾ കുറെ ഇളയതായതുകൊണ്ടാണ് അവൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ അവൾ തയ്യാറാകാത്തത്. പക്ഷേ ഇപ്പോൾ മദ്യലഹരിയിൽ അതൊക്കെ മറന്ന് രണ്ടുപേരും കിസ് ചെയ്യുകയും അർദ്ധരാത്രി ഒരുമിച്ച് കഴിയുകയും ചെയ്യുന്നു. സിഹാൻ മുറിയിൽ നിന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഇരുന്ന റോസ് അവൾ കണ്ടത്. അവനെ ആദ്യം കണ്ടപ്പോൾ മുതൽ ഒരു റോസിൻ്റെ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇനി എന്നോട് ഇഷ്ടം വല്ലതും ഉള്ളത് കൊണ്ടായിരിക്കുമോ അവനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നവൾ ചിന്തിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ അതിനൊരു സാധ്യതയുമില്ല എന്നവൾ തന്നെ പറയുന്നുണ്ട്. ഷെങ്മു ഈ സമയം റോയിയെ കുളിപ്പിക്കുകയാണ്. റോയി ആണെങ്കിൽ ബാത്ടബിലിരുന്ന് ഭയങ്കര കളിയിലാണ്. താറാകുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്ന തിരക്കിലാണവൻ. അതിനിടയിൽ ഷെങ്മുവിൻ്റെ നേരെ വെള്ളം ചീറ്റിക്കുന്നുമുണ്ട്. കുറച്ചായപ്പോൾ അവൻ തിരിച്ചും അതുപോലെ ചെയ്യുന്നു. രണ്ടുപേരുടെയും ബഹളം കിട്ട് അവിടെ ഓടിച്ചെന്ന സിഹാൻ റോയിയെ വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് അവൻ്റെ ഒപ്പം കുഞ്ഞു കളിക്കുന്നതിന് ഷെങ്മുവിനെ വഴക്ക് പറയുന്നു. കുളിച്ചിട്ട് ബാത്റൂം വൃത്തിയാക്കാനും അവൾ പറയുന്നുണ്ട്. അങ്കിൾ ശരിക്കും വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ശരിക്കും വൃത്തിയാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുന്നു. പോകില്ലെന്ന് ഉറപ്പാണെന്ന് ചോദിച്ച് അവൻ ഡ്രസ്സ് വരാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ വേഗം സ്ഥലം വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വന്ന് ജോലി ചെയ്യാനിരുന്നപ്പോൾ അവൻ ഷർട്ടൊക്കെ വലിച്ചു കീറി കളഞ്ഞ് ഹോട്ട് ലുക്കിൽ വരുന്നത് അറിയാതെ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൾ അപ്പോൾ തന്നെ അതൊക്കെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുന്നുമുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. ആ സമയത്ത് ഷെങ്മു അവിടെ വന്ന് അവൾക്ക് ഒരു ഷോൾ പുതപ്പിച്ചു കൊടുക്കുകയും അവിടെ ഇരുന്ന റോസ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവളൊരു കോൺട്രാക്ട് എഴുതി അവൻ്റെ അടുത്ത് കൊണ്ട് ചെന്നിട്ട് അതിൽ സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അനുവാദമില്ലാതെ മറ്റൊരാളുടെ മുറിയിൽ കയറരുത്, പൊതുവായി ഉപയോഗിക്കുന്ന മുറികളിൽ ക്ലീനിങ് എല്ലാവരും കൂടി ചെയ്യണം എന്നൊക്കെയാണ് അവൾ എഴുതി വെച്ചിരുന്ന ഡിമാൻഡ്സ്.
ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നീ പുറത്തു പോവുകയാണെങ്കിൽ അക്കാര്യം നേരത്തെ എന്നെ അറിയിക്കണമെന്നൊരു കണ്ടീഷൻ കൂടി അവൻ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരേപോലെ പുറത്തു പോവുകയാണെങ്കിൽ റൂയി വീട്ടിൽ തനിച്ചാകുമല്ലോ എന്നോർത്താണ് അവൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്. അത് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ 3 പേരും കോൺട്രാക്റ്റിൽ വിരൽ പതിപ്പിച്ച് അത് പാസ്സാക്കുന്നു. അത് കയ്യിൽ പിടിച്ച് അവൾ അവർക്കൊപ്പം ഒരു സെൽഫിയും എടുക്കുന്നുണ്ട്. മദ്യലഹരിയിൽ ഒരുമിച്ച് കഴിഞ്ഞ ശേഷം ഷെങ്യുവിന് തന്നോടുള്ള സമീപനത്തിന് മാറ്റം വന്ന് കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു അടുത്ത ദിവസം രാവിലെ ജിയാങ്. പക്ഷേ അവൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്ന് പോകാൻ റെഡിയാകുന്നു. അവൻ പ്രതീക്ഷയോടെ ഒരു കിസ് ചോദിച്ചോടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ റിലേഷൻ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവളെ തിരഞ്ഞെടുത്തത് സ്വന്തം തീരുമാനമായതുകൊണ്ട് അവളിൽ നിന്ന് അനുകൂലമായ മറുപടി കിട്ടുന്നവരെ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ സമാധാനിക്കുന്നുണ്ട്. സിഹാൻ താമസിക്കാനെത്തിയതോടുകൂടി ഷെങ്മുവിന്റെ ബോറൽ ലൈഫ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. വീട്ടിലുള്ളപ്പോൾ അവളെ ശ്രദ്ധിച്ചിരുന്ന സമയം പോകുന്ന അവൻ അറിയാറില്ല. ഫുഡുണ്ടാക്കി തീരെ പരിചയമില്ലാത്ത സിഹാൻ ഫുഡുണ്ടാക്കുന്ന സമയത്ത് കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കണ്ട് അവന് റോയും കൂടി മാറി ചിരിക്കുന്നുണ്ട്. റോയിയുടെ അച്ഛൻ കൊടുത്തിവിടെ ക്യാമറ സെറ്റ് ചെയ്ത ശേഷം ഷോപ്പിൽ ചെന്നിരിക്കുമ്പോഴും ഫുൾ ടൈം ഫോണിൽ നോക്കി അതിലൂടെ അവരുടെ കളിച്ചിരികൾ കണ്ട് രസിച്ചിരിക്കലാണ് അവന്റെ മെയിൻ പടി. ക്യാമറ മൂവ് ചെയ്യുന്നത് മനസ്സിലായ സിഹാൻ അവനെ പറ്റിക്കാൻ അതിന്റെ മുന്നിൽ നിന്ന് ചില കുസൃതികളൊക്കെ കാണിക്കാറുണ്ട്. അവൻ അങ്ങനെ ഒരുപാട് സമയം ഫോണും കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ട് ബോസ് എന്താണ് കാണുന്നതെന്ന് ചോദിച്ച് അവിടുത്തെ ഒരു പയ്യൻ അടുത്ത് ചെന്നപ്പോൾ അവൻ ഫോൺ മാറ്റി വെച്ചിട്ട് അടുത്ത സ്ട്രീറ്റിൽ തങ്ങൾക്ക് എതിരാളികളായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന സ്വീറ്റ് എന്ന ഡെസേർട്ട് ഷോപ്പ് എന്നാണ് തുറക്കുന്നതെന്ന് പോയി അന്വേഷിച്ച് വരാൻ അവനോട് പറയുന്നു. അവർ ഉടനെ തന്നെ ഓപ്പൺ ആക്കാനാണ് സാധ്യത. നമ്മളും എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റ് ഒക്കെ റെഡിയാക്കണ്ടേ എന്നാ പയ്യൻ ചോദിച്ചപ്പോൾ പുതിയ പ്രോഡക്റ്റ് ഏകദേശം റെഡിയായി കഴിഞ്ഞു, ഫൈനൽ ലുക്കിന്റെ കാര്യം മാത്രമേ റെഡിയാവാനുള്ളൂ എന്ന് പറഞ്ഞ് ഷെങ്മു അവനെ പറഞ്ഞയക്കുന്നു. അന്ന് ഷെങ്മുവിന്റെ വീട്ടിലേക്ക് അവന്റെ ചേച്ചി വരുന്നുണ്ട്. സിഹാനുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരെ ഒരു കപ്പിൾ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങളൊക്കെ അവൾ നടത്തുന്നുണ്ട്. റുയെ നോക്കാനെന്ന പേരിൽ അവൻ അവളെ അങ്ങനെ നിൽക്കാൻ അനുവദിച്ചത് അവളോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ അങ്ങനെ ആരെയും അവിടെ കയറി താമസിക്കാൻ അനുവദിക്കുക കൂട്ടത്തിലല്ല അവൻ. നിനക്ക് അവനെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ എന്നൊക്കെ അവൾ സിഹാനോട് പറയുന്നുണ്ട്. നിന്റെ ഗോഡ് ഫാദറിനെ നിന്റെ അങ്കിളിലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യാൻ റുയോടും പറയുന്നു. അങ്കിൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. ആ സമയത്താണ് ഡെസേർട്ടുകളെ കുറിച്ച് എഴുതുന്ന ബുക്ക് വീട്ടിൽ വെച്ച് മറന്നുപോയി. അതൊന്ന് ഷോപ്പിലേക്ക് എത്തിക്കാമെന്ന് ചോദിച്ച് ഷെങ്മു സിഹാനെ വിളിച്ചത്. ഷെങ്യു റൂയിക്ക് കൂട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൊണ്ടുചെല്ലാമെന്ന് സമ്മതിക്കുന്നു. അവൾ ബുക്കുമായി പോകുന്നിടയിൽ വഴിയിൽ വെച്ച് അബദ്ധത്തിൽ അതൊന്ന് താഴെ വീഴുന്നുണ്ട്. അവൻ പേജ് മാർക്ക് ചെയ്യാൻ വെച്ചൊരു സാധനം അതിൽ താഴെ വീണത് തിരികെ വെക്കാൻ നേരം അവൻ പുതുതായി ക്രിയേറ്റ് ചെയ്ത ചൈൽഡ്ഹുഡ് എന്ന ഡെസേർട്ടിന്റെ പിക്ചറും നോട്ടുമൊക്കെ അവൾ കാണുന്നു. അവൻ ശരിക്കും പ്രൊഫഷണലാണല്ലോ എന്നവൾ അത് കണ്ടപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവൾ ബുക്കുമായി ചെല്ലുമ്പോൾ ഒരു സ്റ്റാഫ് അവളെ കാത്ത് ഷോപ്പിന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ ബുക്ക് ഏൽപ്പിച്ചിട്ട് അവൾ തിരികെ പോകുന്നു. അവൻ അതുമായി അകത്ത് കയറാൻ തുടങ്ങുമ്പോൾ അതിനുള്ളിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം താഴെ വീഴുന്നു. അതെടുത്ത് തിരികെ വെക്കാൻ നേരം അവനും ഷെങ്മുവിന്റെ പുതിയ ഡെസേർട്ടിനെ കുറിച്ചുള്ള നോട്ട് കാണുന്നുണ്ട്. മാർക്ക് ചെയ്യാൻ വെച്ചിരുന്ന സാധനം മറ്റൊരു പേജിലാണ് അവൻ വെച്ചതും. ബുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അത് സ്ഥാനം മാറിയിരുന്നത് ഷെങ്മു ശ്രദ്ധിക്കുന്നുണ്ട്. ജിയാങ്ങു ഷെങ്യുവിനെ വിടാൻ ഭാവമില്ലാതെ അവളുടെ ഓഫീസിലെത്തി മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. ഷെങ്മു എന്ന ഷോപ്പിൽ നിന്ന് ചെല്ലുമ്പോൾ റൂയും സിഹാനും കൂടി പുറത്തുനിന്ന് ബബിൾസ് പുറത്ത് കളിക്കുകയായിരുന്നു. മുമ്പ് അവൻ അവർക്കൊപ്പം കളിച്ചപ്പോൾ അവൾ പറഞ്ഞതുപോലെ ഇപ്പോൾ തിരിച്ച് അവനും അവളെ കളിയാക്കി പറയുന്നുണ്ട്. മാത്രമല്ല തണുപ്പത്ത് നിന്ന് കളിച്ചാൽ റൂയിക്ക് മുമ്പത്തെ പോലെ അസുഖം പിടിപെടും എന്ന് പറഞ്ഞ് അവരെ അകത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. റൂയി ചാൻസ് കിട്ടുമ്പോഴൊക്കെ അവരെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് രാത്രി ചേച്ചിയുടെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ലവിന് സ്കോപ്പ് ഉണ്ടെന്ന് ചേച്ചിയും അവളും പറയുന്നു. അവൾ പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കുന്നു. റൂയിയുടെ അച്ഛൻ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറയുടെ പാസ്വേഡ് ഷെങ്മുവിനോട് ചോദിച്ചെങ്കിലും പേഴ്സണൽ സെക്യൂരിറ്റി കാരണം തരാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. സിഹാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് അവനൊന്നും നൽകാതിരുന്നത്. അടുത്ത ദിവസം അവൻ്റെ ഷോപ്പിലെ പുതിയ ഡെസേർട്ട് ലോഞ്ച് ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്ത അതേ സമയത്ത് തന്നെ അവരുടെ എതിരാളിയായി തൊട്ടടുത്ത സ്ട്രീറ്റിൽ വന്ന സ്വീറ്റ് ഷോപ്പിലും അതേ ഡെസേർട്ട് തന്നെ ചെയ്തതായി അറിയുന്നു. ആ സമയത്താണ് റൂയും സിഹാനും കൂടി അവിടേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം അവൾ ബുക്ക് ഏൽപ്പിച്ച ബായി എന്ന ആ സ്റ്റാഫ് അവൾ ബുക്കിൽ നോക്കി മനസ്സിലാക്കി പ്രൊഡക്റ്റ് വിവരം മറ്റേ ഷോപ്പുകാർക്ക് ലീക്ക് ചെയ്ത് കൊടുത്തതാണ് എന്ന് ആരോപിക്കുന്നു. എന്താണ് കാര്യമെന്ന് പോലും മനസ്സിലാക്കാത്തതെന്ന് സിഹാൻ വിവരമെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഞാനല്ല ചെയ്തത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ബായി അതൊക്കെ നിഷേധിച്ച് വീണ്ടും അവളെ കുറ്റപ്പെടുത്തുന്നു. ഷെങ്മു അവനോട് മതിയാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അനുസരിക്കുന്നില്ല. നിനക്കും എന്നെ സംശയമാണെന്ന് സിഹാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ അതിന് മറുപടി പറയാതെ ബായിയോട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നീയും എന്നെ സംശയിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകുന്നു. അവന് തന്നെ വിശ്വാസമില്ലാത്തതിനാൽ സിഹാൻ ശരിക്കും വിഷമിക്കുന്നുണ്ട്. ഷോപ്പിൽ തന്നെ നിൽക്കായിരുന്ന റൂയി ഈ സമയം അങ്കിൾ എന്തിനാണ് ആൻറ്റിയെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് ചോദിച്ച് അവനെ കുറ്റപ്പെടുത്തുന്നു. എൻ്റെ അച്ഛൻ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ കുറച്ച് ക്യൂട്ടായി അഭിനയിക്കുകയാണ് പതിവ്, അപ്പോഴാണ് അമ്മ പിണക്കം മാറ്റാനുള്ളത് എന്നൊക്കെ അവൻ അങ്കിളിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നതിനാൽ ഒരു കുടയും എടുത്തു കൊണ്ടുപോയി ആൻറ്റിയുടെ പിണക്കം മാറ്റി തിരികെ കൊണ്ടുവരാൻ അവൻ പറയുന്നു. അതുവരെ ഷോപ്പിൽ വെയിറ്റ് ചെയ്യാമെന്നും അവൻ പറയുന്നുണ്ട്. റൂയി പറഞ്ഞതുപോലെ ഒരു കുടയുമായി അവൻ അവളെ അന്വേഷിച്ച് പോകുന്നു. വഴിയിലെടുത്ത് നനഞ്ഞൊരുങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു സിഹാൻ. അപ്പോൾ അവൻ എത്ര പറഞ്ഞിട്ടും കൂടെ ചെല്ലാൻ അവൾ തയ്യാറാകുന്നില്ല. എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ആ ബുക്ക് വായിക്കാവുന്നതാണ് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്.
പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഇനി നിന്റെ മുന്നിലേക്ക് വരില്ല, അതുവരെ അവിടെ താമസിക്കുകയുമില്ല എന്നവൾ പറയുന്നു. നീ പോയാൽ റൂയിയുടെ കാര്യം എന്താകും, അവനോട് ഞാൻ എന്തു പറയുമെന്നൊക്കെ അവൻ ചോദിച്ചെങ്കിലും അവൾ അതൊന്നും ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല. കൂടുതൽ സമയം അവൻ പറയുന്നത് കേട്ട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് മഴ തോരാൻ പോലും നിൽക്കാതെ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എൻ്റെ പുറകെ വരരുത് എന്ന് അവരോട് വിളിച്ചു പറയുന്നുമുണ്ട്. അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും കുടയൊക്കെ താഴെ വീണ് മുമ്പൊരിക്കൽ സംഭവിച്ചതുപോലെ അവൻ കുറച്ച് പാനിക്കാകുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. എൻ്റെ പുറകെ വരരുത്, നിനക്ക് എന്നോടൊപ്പം മരിക്കണമെന്ന് ചോദിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് അവൻ ഓർക്കുന്നതായും കാണിക്കുന്നുണ്ട്. സിഹാൻ അന്ന് തന്നെ അവിടെ നിന്ന് താമസം മാറുന്നു. അവളുടെ ബിസിനസ് ട്രിപ്പിന് പോയി എന്നാണ് അവൻ റുയിയോട് പറഞ്ഞിരിക്കുന്നത്. ഷോപ്പിൽ പോകുന്ന സമയത്ത് റുയിയെ നോക്കാനായി അവൻ ജിയാങ്വിനെ വിളിപ്പിക്കുന്നു. ആ അങ്കിൾ എന്നെ പോലെ അല്ല, കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവനെ നോക്കിക്കൊള്ളാമെന്ന് ജിയാങ്വു എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ റുയിയെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അങ്കിളിനെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. പുതിയ ഡെസർട്ട് ഷോപ്പ് വന്നതോടെ ഷെങ്മുവിൻ്റെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. അവൻ്റെ പുതിയ ഡെസർട്ടിൻ്റെ റെസിപ്പി ആരോ അവിടുത്തെ ഷെഫിന് മെയിൽ ചെയ്ത് കൊടുത്തതാണെന്നും കുറേ കാലമായി ഉപയോഗിക്കാതിരുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് മെയിൽ അയച്ചിരിക്കുന്നതെന്നൊക്കെ ബായി അവനെ അറിയിക്കുന്നു. മെയിൽ അയച്ചത് സിഹാൻ തന്നെയാണെന്ന് അവൻ വീണ്ടും പറയുന്നു. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് അവളെ വിശ്വാസമാണ്, അതുകൊണ്ട് നീ ഇനി അവളെ കുറ്റം പറയരുതെന്ന് ഷെങ്മു അവനോട് പറയുന്നുണ്ട്. മഴ തന്നെ സിഹാൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. എന്നാലും മരുന്ന് കഴിച്ചിട്ട് ഷെങ്മുവിൻ്റെ അതേ ഡെസേർട്ട് വന്ന് ഷോപ്പിനെ കുറിച്ച് അവൾ ഓൺലൈനിൽ തിരയുന്നുണ്ട്. വീട്ടിൽ സിഹാൻ്റെ സ്ലിപ്പേഴ്സ് കാണാത്തതിനാൽ അവൾ താമസം മാറിയതാണെന്ന് സംശയം തോന്നിയ റുയി ജിങ്മുവിനോട് സത്യം ചോദിച്ചറിയുന്നതിനാൽ ഷെങ്മുവിനെ കാണാതെ അവനെ കൊണ്ട് ഷോപ്പിലെത്തുന്നു. അങ്കിളിനോട് കള്ളം പറഞ്ഞതാണ്, ആൻറ്റി ബിസിനസ് ട്രിപ്പിന് പോയതൊന്നുമല്ല, പിണങ്ങിപ്പോയതല്ലേ എന്ന് ചോദിച്ച് അവൻ ഷെങ്മുവിനോട് വഴക്കുണ്ടാക്കുന്നു. ഞങ്ങൾ മനഃപൂർവ്വം നിന്നോട് കള്ളം പറഞ്ഞതല്ല, ആൻറ്റി ശരിക്കും കുറച്ച് ദിവസത്തേക്ക് തിരക്കാണ്, അത് കഴിയുമ്പോൾ ഞാൻ തന്നെ ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് ഷെങ്മു അവന് ഉറപ്പ് കൊടുക്കുന്നു. അന്ന് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻറ്റി ഉണ്ടാക്കുന്ന സ്റ്റീംഡ് എഗ്ഗ് വേണം, അത് ഉണ്ടാക്കി തരാൻ പറഞ്ഞ് ഞാൻ ആൻറ്റിയെ ഫോൺ വിളിക്കട്ടെ എന്ന് റുയി അവനോട് ചോദിക്കുന്നു. അവൻ അവളുടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പക്ഷേ കുറേ തവണ വിളിച്ചിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെങ്യു അവിടേക്ക് വരുന്നുണ്ട്. അവൾ വന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ലേസും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഹാൻ പോയപ്പോൾ തന്നെ നീ ഇവനെ ജങ്ക് ഫുഡ് കഴിപ്പിക്കാൻ തുടങ്ങിയോ എന്നവൾ പരാതി പറഞ്ഞപ്പോൾ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്സ് ആണെന്ന് റുയി പറയുന്നു. ജിയാങ്വു അവിടെ എങ്ങനെ ഉണ്ടോ എന്നും അവൾ തിരയുന്നുണ്ട്. സിഹാനെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും കുഴപ്പം പറ്റി കാണുമോ എന്നവൾ പറഞ്ഞപ്പോൾ അവൻ കുറച്ച് ടെൻഷനാകുന്നുണ്ട്. ആൻറ്റിയുടെ അഡ്രസ്സും വീടിൻ്റെ പാസ്കോഡും എനിക്കറിയാമെന്ന് റുയി പറഞ്ഞപ്പോൾ അവൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അവിടം വരെ പോയി അന്വേഷിച്ച് തരാമെന്ന് പറഞ്ഞ് ഷെങ്മു പോകാൻ റെഡിയാകുന്നു. റുയി അവന് പാസ്കോഡും അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നു. കുളിച്ച് ഫ്രഷായി ഒക്കെയാണ് അവൻ അവളെ കാണാൻ പോയത്. പക്ഷെ അവൻ ചെല്ലുമ്പോൾ അവൾ പനി പിടിച്ച് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലായിരുന്നു. അവൻ അങ്ങനെ അവിടെ എത്തും എന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്തതിനാൽ സ്വപ്നം കാണുകയാണെന്നാണ് അവൾ വിചാരിച്ചത്. അവൻ നെറ്റിയിൽ തുണി നനച്ചിടുകയും കഞ്ഞി കോരി കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ റിയൽ ലൈഫിൽ നീ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൾ പറയുന്നുണ്ട്. പോരാത്തന്നെ അവൻ്റെ കവിളിൽ തലോടുകയും ചെയ്യുന്നു. അവനെന്നിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ ഇതെൻ്റെ സ്വപ്നമല്ലേ, സ്വപ്നത്തിൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മൾ ഓൾറെഡി കിസ് ചെയ്തതല്ലേ, പിന്നെ തൊടുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് അവൾ രണ്ട് കൈകൊണ്ടും അവൻ്റെ കവിളിൽ തടവിക്കൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.